ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയിലെ ചില സന്ദർഭങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അടൂർ BRCയിലെ ഹെഡ് മാസ്റ്റേഴ്സും അവരുടെ കുടുംബ അംഗങ്ങളുമാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത ഇൻഡിഗോ ഫ്ലൈറ്റ് അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. യാത്രക്കാരെല്ലാം എയർപോർട്ടിലേക്ക് നടക്കുകയാണ്. വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് അഗത്തിയിലേത്. ലക്ഷദ്വീപിൽ അഗത്തിയിൽ മാത്രമാണ് എയർപോർട്ട് ഉള്ളത്. അലയൻസ് എയർ, ഇൻഡിഗോ, ഫ്ലൈ 91 എന്നിങ്ങനെ 3 എയർ കമ്പനികളാണ് അഗത്തിയിലേക്ക് യാത്ര നടത്തുന്നത്. ഞങ്ങളുടെ എല്ലാം ഡോക്യുമെൻറ്റുകൾ എയർപോർട്ടിൽ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി യാത്രക്കാർ അവിടെ വിശ്രമിക്കുകയാണ്. പെർമിറ്റാണ് പ്രധാനമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഓരോ ആളുകളുടെയും പെർമിറ്റ് സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കും. ഗ്ലോബൽ ട്രാവൽ ലീഡർ സംഘടിപ്പിക്കുന്ന ലക്ഷദ്വീപ് യാത്രയുടെ 7ാമത്തെ ബാച്ചാണ് ഇത്. ഇതിൽ 61 യാത്രക്കാരാണ് ഉൾപ്പെടുന്നത്. അടൂർ BRCയിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രഥമ അധ്യാപകരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ഏതാനും ആളുകളുടെ കുടുംബ അംഗങ്ങളും യാത്രയിൽ ഒപ്പം ചേരുന്നുണ്ട്. ലീന ടീച്ചർ, ശ്രീജ ടീച്ചർ എന്നിവരാണ് ടീം ലീഡേഴ്സ്. എയർപോർട്ടിൽ നിന്ന് യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി ഇവിടെ കാണുന്ന മൾട്ടി കളേർഡായ നീലക്കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് യാത്രക്കാർ. ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് വാഹനങ്ങളെല്ലാം റെഡിയായി എത്തിയിട്ടുണ്ട്. കാറുകളാണ് യാത്രയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊരിടത്തും കാണുവാൻ കഴിയാത്ത ഒരു മാസ്മരിക സൗന്ദര്യമാണ് ലക്ഷദ്വീപിലെ കടലിന്. ഇത് എയർപോർട്ടിൻ്റെ വികസനത്തിനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ 2 വശത്തും കടൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയധികം പ്രഥമ അധ്യാപകർ ഒന്നിച്ചെത്തി എന്നതിനാൽ തന്നെ ലക്ഷദ്വീപിൽ ഞങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാത്യു സാറിൻ്റെ ഒരു ആത്മാർത്ഥതയാണ് ഇതിൽ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, ലക്ഷദ്വീപിലെ അത്യുജ്വലമായ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അബ്ദുൾ ജബ്ബാർ സാറ്, സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സാറാണ് കേരളത്തിൽ നിന്ന് എത്തിയ, പ്രത്യേകിച്ച് അടൂർ സബ് ജില്ലയിലെ ഹെഡ് മാസ്റ്റർമാർ ഇവിടെ ഉജ്ജ്വലമായൊരു വരവേൽപ്പ് നിന്ന്. അതോടൊപ്പം നമ്മുടെ ടൂർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഹസൻ കോയ സാറിനെയും ഷെരീഫിനെയും ഒക്കെ ഇവിടെ മൊമെൻറ്റോ നൽകി ആദരിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ട്രാവൽ ലീഡറിൻ്റെ നേതൃത്വം ആളുകൾക്ക് ഒരു ഉജ്ജ്വലമായ വരവേൽപ്പ് ലഭിച്ചു. എല്ലാവർക്കും നന്ദി. നല്ലൊരു രസകരമായ ടൂറിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. താങ്ക് യു ഓൾ. 6 ഹോം സ്റ്റേകളിലാണ് ഞങ്ങൾ റൂമുകൾ എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഉച്ചഭക്ഷണമാണ്. കേരള ഭക്ഷണത്തിന് സമാനമാണ് ലക്ഷദ്വീപിൻ്റെയും ഭക്ഷണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈസ്റ്റേൺ ജെട്ടി. ഈ ദ്വീപിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഈ ജെട്ടിയിലാണ്. നല്ല ഗ്ലാസി വാട്ടറാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് ദൂരെ കാണാൻ പറ്റും. ബേപ്പൂരിൽ നിന്നാണ് ഈ ബോട്ടുകൾ വരുന്നത്. ഇതിനകത്ത് സിമൻറ്റ്, അതുപോലെ സിമൻറ്റ് കട്ടകൾ തുടങ്ങിയ കെട്ടിട നിർമ്മാണ വസ്തുക്കളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോഡ് ട്രാക്ടറിലേക്കാണ് ഇറക്കുന്നത്. അതല്ലാതെ ചെറിയ ലോറികളൊന്നുമല്ല. ഇവിടെ ട്രാക്ടറാണ് ചരക്കുകൾ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാഹനം. ബോട്ടിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്രെയിൻ ആണ് ഇത്. യാത്രയുടെ 1ാം ദിവസം അഗത്തി ദ്വീപിലെ ലോക്കൽ സൈറ്റുകളാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈസ്റ്റേൺ ജെട്ടിയിൽ എത്തിയിട്ടുള്ളത്. പിന്നീട് വെസ്റ്റേൺ ജെട്ടി, ലഗൂൺ ബീച്ച്, അന്താൻ ബീച്ച്, മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളാണ് കാണുന്നത്.
ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലഗൂൺ ബീച്ചിലാണ്. മനോഹരമായ ഒരു ബീച്ച്, പഞ്ചസാര മണൽ, വെളുത്ത മണൽ. ഇവിടെ ശക്തമായ തിരകൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലഗൂൺ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണത്. ശക്തമായ തിരകൾ ഇവിടെ ഉണ്ടാവുകയില്ല. കോറൽ ഗാർഡനുകളുടെ സാന്നിധ്യമാണ് അതിന് കാരണം. ഇത്തരത്തിൽ മനോഹരമായ ഒരു ബീച്ച് കേരളത്തിൽ ഒരു സ്ഥലത്തും തന്നെ കാണുവാൻ കഴിയില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും ചെളി നിറഞ്ഞതായിരിക്കും. ഇവിടെ ചെളി ഒട്ടും തന്നെയില്ല. പഞ്ചസാര പോലെ വെളുത്ത തരിമണൽ, ശുദ്ധമായ ജലം, ഗ്ലാസി വാട്ടറാണ് ഈ കടലിൻ്റെ തീരത്ത്. ഇവിടെ ടൂറിസ്റ്റുകളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന കാറുകളാണ് ഇത്. കാറുകളിലാണ് ടൂറിസ്റ്റുകൾ ഓരോ കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത്. ഈ സുന്ദരമായ ബീച്ചാണ് അന്താൻ ബീച്ച്. ഇവിടെ ടൂറിസ്റ്റുകൾക്കായി വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മനോഹരമായ സൂര്യ അസ്തമയവും ഇവിടെ നിന്ന് നിരീക്ഷിക്കുവാൻ കഴിയും. ഇവിടെ തീരത്തേക്ക് എത്തുന്ന തിരമാലകളെ ഒന്ന് ശ്രദ്ധിക്കണം. ശാന്തമായ കടൽ തീരമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ മനസ്സും വളരെ സന്തോഷം നിറഞ്ഞതും ശാന്തമായതും ആയി മാറുകയാണ്. അന്താൻ ബീച്ച് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്കായി ഊഞ്ഞാലുകൾ, ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അന്താൻ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ലക്ഷദ്വീപിൽ നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്ന ഹോം സ്റ്റേകൾ എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഹോം സ്റ്റേയുടെ ഡൈനിങ് ഹാളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. ഒരു കിച്ചൺ, സ്റ്റോർ റൂം, ഡൈനിങ് ഹാള്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. ഇത് ഒരു ഹോം സ്റ്റേയുടെ, അതായത് ഒരു റൂം അല്ലെങ്കിൽ 1-2 റൂം എടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സൗകര്യമാണ്. ഇത്രയധികം സൗകര്യം ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സിങ്ക് ഉണ്ട്. ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമായിരിക്കും. അതിൽ ടേബിള്, അതുപോലെ നല്ലൊരു AC ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, നല്ലൊരു ബാത്റൂം ഉണ്ടാവും. നല്ല ബാത്റൂം, ഇത്രയും സൗകര്യങ്ങളോട് കൂടിയാണ് നമുക്ക് ഒരു റൂം ലഭിക്കുന്നത്. ഒരു ഹോട്ടലിൽ റൂം എടുത്ത ആ റൂം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ പുറത്തേക്കുള്ള സൗകര്യങ്ങളുണ്ട്. സിറ്റ് ഔട്ട്. ഇതാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഹോം സ്റ്റേ. ഈ സിറ്റ് ഔട്ടും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു വീടിൻ്റെ അന്തരീക്ഷം കിട്ടും. ഇത് ജോൺ ഫിലിപ്പ് സാർ കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കിട്ടിയേക്കുന്ന ഹോം സ്റ്റേ. ഇങ്ങനെ പല ഹോം സ്റ്റേകളിലായിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ ഞാനും ജോൺ ഫിലിപ്പ് സാറും കൂടി മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാണ്. മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ കണ്ടു നോക്കാം. വേണമെങ്കിൽ ഈ അഗത്തി ദ്വീപ് മൊത്തം നമുക്ക് നടന്ന് കാണുവാൻ മാത്രമേ വലിപ്പമുള്ളൂ. 7 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ നീളം. വീതിയാണെങ്കിൽ 1.5 കിലോമീറ്ററോളം വരും. ഇത് ഇവിടെയുള്ള ഒരു റിസോർട്ടാണ്. ഓല കൊണ്ടൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് ഇന്നത്തെ പ്രഭാതം വേലിയിറക്ക സമയമാണ്. തീരത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഈസ്റ്റേൺ ജെട്ടിയാണ്. ഈസ്റ്റേൺ ജെട്ടിയിലെ പ്രഭാതമാണ്. 7 മണിയായാണ് സമയമായിട്ടുള്ളത്. 7 മണിക്ക് ഈസ്റ്റേൺ ജെട്ടിയിലെ പ്രഭാതമാണ്. മനോഹരമായ കാഴ്ചയാണ്. ഒരു രക്ഷയുമില്ല, പറയാതിരിക്കാൻ വയ്യ. കൊതിപ്പിക്കുന്ന സൗന്ദര്യമാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള കോറൽ ഫിഷസ് ആണിത്.
ഗ്ലാസി വാട്ടറിൽ കൂടി നമ്മളൊരു അക്വേറിയത്തിൽ കാണുന്നത് പോലെ, കടലിൽ നിന്നാണ് ഈ കാണുന്നത്, ഇതൊരു അക്വേറിയം അല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, നേരെ കടലാണ്. കടലിൽ നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചയാണിത്. അത്ര പ്യൂരിഫൈഡ് വാട്ടർ, അത്ഭുതം തോന്നിപ്പോകും. ഈ ബോട്ടിന് ചുറ്റും എത്തിയ മത്സ്യങ്ങളാണത്. വളരെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ചിത്രീകരിച്ചത്. ദ്വീപിൽ നിന്ന് കുറേ അധികം ദൂരത്തിലേക്ക് പാലം പണിത് കൊണ്ടുവന്നാണ് ജെട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ആ പാലമാണ് ഈ കാണുന്നത്. ദ്വീപിൽ നിന്ന് അല്പം കടലിലേക്ക് മാറി നിന്നുകൊണ്ട് ഈ ദ്വീപിനെ ഒന്ന് വീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഈ ദ്വീപിൻ്റെ രണ്ട് അറ്റവും നമുക്ക് കാണുവാൻ കഴിയും. നോർത്ത് സൈഡും സൗത്ത് സൈഡും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ദ്വീപിനെ പൂർണ്ണമായി കാണുവാൻ കഴിയും എന്നുള്ളതാണ്. അത്ര ചെറുതാണ് അഗത്തി ദ്വീപ്. ഇത് ടൂറിൻ്റെ 2ാം ദിവസമാണ്. ഞങ്ങൾ ബംഗാരം തിന്നക്കര ദ്വീപുകളിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള 3 വലിയ ബോട്ടുകളിലാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ബംഗാരം തിന്നക്കര ദ്വീപിലേക്ക് സ്നോർക്കലിംഗ് നടത്തുന്നതിനായിട്ട് പോവുകയാണ്. ഞങ്ങൾ 20 പേരാണ് ഈ ബോട്ടിലുള്ളത്. ഞങ്ങളുടെ യാത്ര വളരെ ആസ്വാദ്യകരമാകട്ടെ. ഈ യാത്രയിൽ ഞങ്ങൾ സീ ബാത്തിങ് നടത്തുന്നുണ്ട്, പിന്നെ സ്നോർക്കലിങ്ങിനായിട്ട് പോകുന്നുണ്ട്, പിന്നെ ഡോൾഫിൻ വാച്ചിങ്, ടർട്ടിൽ വാച്ചിങ് തുടങ്ങിയവയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയ ദ്വീപുണ്ട്. ഡെയിലി ഇറക്ക സമയമാണെങ്കിൽ അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് കുറേ എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രക്കാരെല്ലാം നല്ല സന്തോഷത്തിലാണ്. ഇത്തരത്തിൽ 3 ബോട്ടുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബംഗാരം തിന്നക്കരയിലേക്കുള്ള യാത്ര ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം എല്ലാം ഈ ബോട്ടിൽ ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. രാവിലെ 9:30 തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. വൈകുന്നേരം 6:30 മടങ്ങിയെത്തും. ഞങ്ങൾ ബംഗാരം തിന്നക്കര ദ്വീപുകളിലേക്കുള്ള യാത്രയിലാണ്. 3 ബോട്ടിലായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബോട്ടിൽ ഞങ്ങൾക്ക് 22 പേരാണുള്ളത്. സ്നോർക്കലിംഗ്, ഡോൾഫിൻ വാച്ചിങ്, ടർട്ടൈൽ വാച്ചിങ്, കോറൽ ഗാർഡൻ, പാരഡൈസ് ഓഫ് കോറൽ ഗാർഡൻ എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. ഈ കോറലുകൾ ഞങ്ങൾ നേരിൽ കാണാൻ പോവുകയാണ്. ഞങ്ങളോടൊപ്പമുള്ള ഗൈഡ്സ്, ഞങ്ങളുടെ ക്രൂ എന്ന് പറയുന്നത് വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്, വളരെ സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര നല്ല വൈബാവും. എല്ലാവർക്കും യാത്രയിലേക്ക് സ്വാഗതം. ഈ ബംഗാരം തിന്നക്കര ദ്വീപിലേക്കുള്ള യാത്രയിലുള്ള ക്രൂ ആണ് ഇത്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നമ്മുടെ പ്രതീക്ഷകൾ? ഡോൾഫിൻ വാച്ചിങ് നടക്കുമോ? നമുക്കിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാൻ പറ്റും, ടർട്ടിലിനെ കാണാൻ പറ്റും. പിന്നെ നമ്മളിന്ന് തിന്നക്കര ഐലൻഡിലോട്ട് പോവും, സാൻഡ് ബാങ്കിലോട്ട് പോവും, കോറൽ ഗാർഡൻ സ്നോർക്കലിംഗ് ഉണ്ടാവും. ഇത് മൊത്തത്തിൽ വൈബായിരിക്കും. വെരി ഗുഡ്. മൂന്ന് ബോട്ടുകളിൽ അങ്ങനെ നീലക്കടലിൻ്റെ നീലിമേലിയുടെ അഗത്തി ദ്വീപിന് സമാന്തരമായി ബംഗാരം തിന്നക്കര ദ്വീപുകളെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരവും ശാന്തവുമായ നീലക്കടലിൻ്റെ ഓളപ്പരപ്പിലൂടെ ഞങ്ങളുടെ നൗക അങ്ങനെ നീങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ ടീമംഗങ്ങൾ സ്നോർക്കലിംഗ് നടത്തുന്നത്. ഞങ്ങളുടെ ബോട്ടുകളെല്ലാം ഇവിടെ നങ്കൂരിട്ടേക്കുവാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് കോറൽസിനെ കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്നോർക്കലിംഗ്. അതിമനോഹരമായൊരു കാഴ്ചയാണത്. കോറൽസിനെയും കോറൽ ഫിഷസിനെയും ഒക്കെ നമുക്ക് വളരെ അടുത്ത് ലെൻസ് വെച്ച് കാണുന്നത് പോലെ കാണാൻ കഴിയും. അടുത്തിട്ട് വരെ കാണാൻ കഴിയുന്ന ഗ്ലാസി വാട്ടറാണ് ഇവിടെ ഉള്ളത്. നല്ല സൂര്യപ്രകാശവും ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയമാണ്. ഹായ് ഗൈഡ്സ്, ഇപ്പോൾ ഞങ്ങളുടെ 3 ബോട്ടുകളും ഇവിടെ നങ്കൂരിട്ടിരിക്കുകയാണ്. ബംഗാരം ദ്വീപിൻ്റെ അടുത്ത്, തിന്നക്കര ബംഗാരം ദ്വീപുകളുടെ അടുത്ത് സ്നോർക്കലിംഗ് എന്ന അതിമനോഹരമായ എന്നാൽ അല്പം സാഹസികമായ ഒരു ആക്ടിവിറ്റിയിലാണ്. ഈ വാട്ടർ ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് അനുഭവിക്കേണ്ടതാണ്. കടലിൻ്റെ ഉള്ളിലുള്ള ഈ ഗ്ലാസി വാട്ടറിൻ്റെ ഉള്ളിലുള്ള കോറൽസിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് സാധ്യമാകുന്നത്. കോറൽ ഫിഷസിനെയും സോഫ്റ്റ് കോറൽ, ഹാർഡ് കോറൽ തുടങ്ങിയ കോറൽ ഇനങ്ങളെയും ഒക്കെ നേരിൽ കാണും. ആ കാഴ്ച വളരെ വിസ്മയാവഹമാണ്, വളരെ ഫാന്റാസ്റ്റിക് ആണ്. കോറൽ ഗാർഡൻസ് എന്ന
ആവാസ വ്യവസ്ഥയെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന, ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്ന ഏക പ്രദേശം ഈ ലക്ഷദ്വീപാണ്. എല്ലാ കൂട്ടുകാർക്കും അതുകൊണ്ട് തന്നെ ഈ ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. തിന്നക്കര ദ്വീപിലെത്തിയിരിക്കുകയാണ്. ബംഗാരം തിന്നക്കര ദ്വീപിൽ. അവിടെ ഇതാ മനോഹരമായ ദ്വീപിൻ്റെ ആകർഷണീയമായ പ്രകൃതി സൗന്ദര്യം ഞങ്ങൾ ആസ്വദിക്കാൻ എത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ ട്രാവൽ ലീഡർ ടീം. എങ്ങനെയുണ്ട്? അടിച്ചു പൊളിക്കുമല്ലേ? ആൾത്താമസമില്ലാത്ത ഒരു ദ്വീപാണ് ഇത്. കേന്ദ്ര ഗവൺമെൻറ് ടൂറിസ്റ്റുകൾക്കായി വിവിധ സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. തിന്നക്കര ദ്വീപിലുള്ള ഒരു ലൈറ്റ് ഹൗസിന് സമീപമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പുതിയ ഒരു ലൈറ്റ് ഹൗസാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ല. വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. കടലിൽ നിന്ന് പിടിച്ച മത്സ്യത്തെ ഉണക്കാനിട്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ ഒറ്റ മത്സ്യം പോലും ഇവിടെ കാണുകയില്ല. എല്ലാം കാക്ക കൊത്തിക്കൊണ്ടു പോകും. പക്ഷേ ഇവിടെ ഒരു മത്സ്യത്തെ പോലും കാക്ക കൊത്തിക്കൊണ്ടു പോകില്ല. എന്തായിരിക്കും കാരണം? ഇവിടെ ഒറ്റ കാക്കകൾ പോലും ഇല്ല. തിന്നക്കര ദ്വീപിൽ ചെറിയൊരു സീ ബാത്തിങ് ആണ്. ഇവിടെ ഇറങ്ങിയാൽ എല്ലാവരും ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു വൈബാണ്. നല്ല രസകരമായ ഒരു ബീച്ചാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം മാത്രം, വളരെ കുറച്ച് സമയം മാത്രം ഇവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ്. ആദ്യം ഞങ്ങളുടെ ബോട്ട് സ്നോർക്കലിങ്ങിനായി നങ്കൂരം ഇട്ടു എങ്കിലും അപ്പോൾ സ്നോർക്കലിംഗ് നടത്തിയിട്ടില്ല. ആ കടൽ സ്നോർക്കലിങ്ങിന് അനുകൂലമായ ഒരു സമയമായിരുന്നില്ല അത്. അപ്പോൾ തിന്നക്കരയിൽ ഇറങ്ങിയിട്ട് പിന്നീട് സ്നോർക്കലിംഗ് നടത്താമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ സീ ബാത്തിങ് ഒക്കെ നടത്തി സ്നോർക്കലിങ്ങിന് വേണ്ടി ദ്വീപിൽ നിന്ന് തിരിക്കുകയാണ്. ബോട്ട് ദ്വീപിലേക്ക് വന്ന് അടുക്കുന്നത് അതുപോലെ തിരികെ പോകുന്നതും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ജെട്ടിയൊന്നുമില്ല. കടൽ തീരത്ത് ചേർത്ത് നിർത്തിയതിന് ശേഷം കോണി വെച്ച് ഇറങ്ങുകയും കയറുകയുമാണ് ചെയ്യുന്നത്. ലക്ഷദ്വീപ് യാത്രയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്നോർക്കലിംഗ്. സ്നോർക്കലിങ്ങിന് വേണ്ടി എല്ലാവരും തയ്യാറാവുകയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് റെഡിയാവുകയാണ്. കടലല്ലേ, ചെറിയൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. എങ്കിലും ആദ്യമായിട്ട് ഇറങ്ങിയത് ഷംസുദ്ദീൻ സാറാണ്. സ്നോർക്കലിംഗ് വളരെ അപകടരഹിതമായ ഒരു ആക്ടിവിറ്റിയാണ്, എന്നാൽ വളരെ രസകരമായതാണ്. കാരണം നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചാൽ തന്നെ ഒരു കാരണവശാലും പിന്നെ മുങ്ങിപ്പോവുകയില്ല. തൊട്ടടുത്ത് ബോട്ടുണ്ട്. ഒരു ഡൈവ് ചെയ്യുന്ന വിദഗ്ധൻ, മുങ്ങൽ വിദഗ്ധൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അദ്ദേഹം കൈ പിടിച്ച് നമ്മളെ കോറൽ ഗാർഡന് തൊട്ട് മുകളിൽ ആക്കും. അപ്പോൾ ലെൻസ് പോലെയുള്ള ഒരു മാസ്ക് ധരിച്ച് വെള്ളത്തിൽ കൂടി നമ്മൾ കോറൽ ഫിഷസിനെയും കോറലുകളെയും നിരീക്ഷിക്കുകയാണ്. വളരെ വിസ്മയകരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. മൾട്ടി കളേർഡായിട്ടുള്ള കോറൽ ഫിഷസിനെ വളരെ വലുതായിട്ട് തൊട്ടടുത്ത് നമ്മുടെ കൈകളിൽ തൊട്ട് ഇങ്ങനെ കാണാൻ കഴിയും. അതുപോലെ കോറലുകൾ, സോഫ്റ്റ് കോറൽ, ഹാർഡ് കോറൽ എന്നിവ വിവിധ തരത്തിലുള്ള കോറലുകളെയും നമുക്ക് കാണുവാൻ കഴിയും. ഈ പുറമേ നിന്നുള്ള കാഴ്ചയല്ല ഇവിടെ സാധ്യമാകുന്നത്. വളരെ മനോഹരമായ, വളരെ രസകരമായ, അത്യത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഈ സ്നോർക്കലിങ്ങിൽ നമുക്ക് സാധ്യമാകുന്നത്. നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണ് സ്നോർക്കലിംഗ് ചെയ്യേണ്ടത്. നല്ല പ്രകാശമുള്ള സമയത്താണ് ഈ കാഴ്ച നമുക്ക് മനോഹരമായി കിട്ടുന്നത്. ഈ ലക്ഷദ്വീപിൽ ഇങ്ങനെ കോറലുകൾ വളരുന്നതിനൊരു സഹായകമായ ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ ഗ്ലാസി വാട്ടറാണ്. ഗ്ലാസി വാട്ടർ ആയതുകൊണ്ട് തന്നെ കോറൽ ഗാർഡനിലേക്ക് സൂര്യപ്രകാശം നന്നായി എത്തും. ആൽഗകളും കോറൽ ജീവികളും തമ്മിൽ അഭേദ്യമായ ഒരു ജൈവിക ബന്ധമുണ്ട്. ഈ കോറൽ ജീവികൾ
ആൽഗകളെയാണ് ഭക്ഷണമാക്കുന്നത്. ആൽഗകളുടെ ആവാസ കേന്ദ്രമാണ് ഈ കോറൽസ്. അത് തമ്മിൽ ഉള്ള ബയോ ബോണ്ടിങ് ആണത്. അതെ, മുകളിലോട്ട് പൊക്കുകയാണ്, അടിയിൽ നിന്ന് മുകളിലോട്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്നോർക്കലിംഗ്? ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അക്വേറിയത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവം. എല്ലാം പലതരത്തിലുള്ള കളറുള്ള മീനുകളും പവിഴപ്പുറ്റുകളും കാണാൻ പറ്റി. അടിപൊളി ഒരു എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. സൂപ്പർ ഇത്രയും കളർ നമ്മളെയൊക്കെ നമ്മളെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഫിഷുകൾ ഇഷ്ടം പോലെ. സ്റ്റാർ ഫിഷിനെയൊക്കെ എടുത്ത് കൈ വെച്ച് ഇതാണ് സ്നോർക്കലിംഗ് ആക്ടിവിറ്റി. മുങ്ങൽ വിദഗ്ധൻ യാത്രികനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്നോർക്കലിങ്ങിന് ഉപയോഗിക്കുന്ന മാസ്ക് ഇതാണ്. ഈ മാസ്ക് മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ഒരേ സമയം ശ്വാസം വലിക്കാൻ കഴിയും. അന്തരീക്ഷ വായു ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അന്തരീക്ഷ വായു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഴൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണാം. നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഈ കുഴൽ മുകളിലേക്ക് ഉയർന്ന് നിൽക്കും. ഈ കുഴലിൽ വെള്ളം കയറാതെ ഇരിക്കും. അപ്പോൾ ആ കുഴൽ വഴിയാണ് നമ്മൾ. പിന്നെ ടീച്ചറെ സ്നോർക്കലിങ്ങിന് ഇറങ്ങാൻ പോവാണല്ലേ? ഗംഭീര അനുഭവമായിരിക്കും. ബോട്ടിന് സമീപം എത്തുന്ന കോറൽ ഫിഷസിനെയാണ് ബോട്ടിൽ നിന്ന് ഇരുന്നുകൊണ്ട് കാണുന്നത്. മൾട്ടി കളേർഡായ ഫിഷസ് ആണ്. ഇത് വെള്ളത്തിന് മുകളിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ മനോഹരമാണ് വെള്ളത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് മാസ്ക് വഴി കണ്ടാൽ. ഇതിപ്പോൾ ഞങ്ങൾ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ ഓടി വരുന്ന ഫിഷസാണ്. ധാരാളം മത്സ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്നോർക്കലിംഗ് നടത്തുന്ന ആൾ നീന്തലൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ വെറുതെ ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ മതി. അല്പം പോലും തുഴയേണ്ട ആവശ്യമില്ല. കോണിയിൽ കൂടി സാവധാനം ഇറങ്ങി വെള്ളത്തിലേക്ക് കമിഴ്ന്ന് കിടക്കുകയാണ് ചെയ്യേണ്ടത്. എടുത്ത് ചാടേണ്ട ആവശ്യമില്ല. കോണിയിൽ കൂടി സാവധാനം ഇറങ്ങി വെള്ളത്തിലേക്ക് ശാന്തമായിട്ട് കമിഴ്ന്ന് കിടക്കുകയാണ് ചെയ്യേണ്ടത്. 4-5 മീറ്റർ ആഴമുള്ള വെള്ളത്തിന് മുകളിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. വളരെ അടിത്തട്ട് വരെ നന്നായി തെളിഞ്ഞ് കാണുവാൻ കഴിയും. അത്ര ഗ്ലാസി വാട്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോറലുകൾ വളരുന്നതും കോറലുകളെ നന്നായി കാണുവാൻ കഴിയുന്നതും. കോറൽ പാർഡൈസ് എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. ഏറ്റവും റിച്ചായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഡെൻസിറ്റിയിൽ കോറലുകൾ ഉള്ള ഏക പ്രദേശം ലക്ഷദ്വീപാണ്. അപ്പോൾ ഈ സ്നോർക്കലിംഗ് ആക്ടിവിറ്റിക്ക് എത്തേണ്ടത് ലോകത്ത് എവിടെ ഉള്ളതിനേക്കാൾ ഏറ്റവും മനോഹരമായി നമുക്ക് കോറൽ ഗാർഡനുകളെ കാണാൻ കഴിയുന്നത് ഈ ലക്ഷദ്വീപിൽ തന്നെയാണ്. സൂപ്പർ, മറ്റൊരിടത്തും കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. എന്തൊക്കെ തരം മീനാ, ഇത്രയും തരത്തിലുള്ള മീനുകളുണ്ടെന്ന് ഇപ്പൊ ഇതിനടിയിൽ പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ സൂപ്പറാ. കോറൽ പാരഡൈസ് എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണല്ലേ? അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സാറേ. വെരി ഗുഡ്. ഒരിക്കലും മറ്റൊരിടത്തും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. സൂപ്പർ സൂപ്പർ. ഇത് ഇത്ര സന്തോഷത്തോടു കൂടി വന്ന എങ്ങനെയുണ്ട് അനുഭവം? എല്ലാം നല്ല വലിയ പാറ പോലെ പല കളറിലുള്ള കാഴ്ച കാണാതെ പോയ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. ആഴക്കടൽ ഇത്രയും ഉണ്ടെന്ന് ഇപ്പോഴാണ്. എന്തോ ഒരു സൈസ് മത്സ്യങ്ങളാ, പവിഴപ്പുറ്റുകളും അതിനകത്ത് കാണാൻ നല്ല ഭംഗിയാ. എല്ലാരും ഒന്ന് ഇറങ്ങും, പേടിക്കുക. പറഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ. കടലിനകത്ത് ഇത്രയും ഭംഗിയായിട്ടുള്ളതുണ്ടെന്ന് തന്നെ ഇപ്പം കണ്ടപ്പോഴാണ് മനസ്സിലായത്. എനിക്കൊന്നും എന്നെ ഒത്തിരി അങ്ങ് കാണിച്ചു. നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന മുങ്ങൽ വിദഗ്ധരാണ് കൂടെ ഉള്ളത്. നല്ല ലവ്ലി അപ്രോച്ചാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് ആവശ്യമുള്ളത്ര സമയം കാണുവാനും കഴിയും. ഈ സ്നോർക്കലിംഗ് കണ്ട് പൂർത്തിയായതിനു ശേഷം ബോട്ടിലേക്ക്
യാത്രക്കാരനെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കമ്മല് പറിച്ച് കളയല്ലേ? സൂപ്പർ കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ ഒത്തിരി ആഴത്തിലൊക്കെ പോയി കണ്ടു. വളരെ സൂപ്പർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ടീച്ചർ മീനൊക്കെ തൊട്ട എത്ര മീൻ തൊട്ടു? പറഞ്ഞോ. ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിയിലൂടെ പോവുകയാണെന്ന് തോന്നുന്നു. പവിഴപ്പുറ്റുകളും അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള മത്സ്യങ്ങളും. ഇടയ്ക്കങ്ങ് ഞാൻ പറയുമായിരുന്നു അതിൻ്റെ കൂടെ നീന്തണമെന്ന്. അപ്പം അതിൻ്റെ കൂടൊക്കെ നീന്തി ആദ്യം ഒരു മത്സ്യമാണെന്ന് തോന്നുന്ന പോലെ നല്ല ഗംഭീരമായിരുന്നു. എല്ലാവരും ഇതൊന്ന് അനുഭവിച്ചറിയണം. പേടിക്കുകയും വേണ്ട, റിലാക്സ്ഡ് ആയിട്ടാ മതി. സംസാരിക്കാനൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കണം ആൾക്കാരെ, ചാടാത്തവരെ ഒന്ന് പ്രേരിപ്പിക്കണം. സ്നോർക്കലിംഗ് അനുഭവം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ജീവിതത്തിൽ ഒരു പ്രാവശ്യമായാലും ലക്ഷദ്വീപിൽ വന്നിട്ട് സ്നോർക്കലിംഗ് ചെയ്യണം. നല്ല ബ്യൂട്ടിഫുൾ സീൻസാണ്. കടലിൻ്റെ അടിത്തട്ടി വരെ നമ്മൾ പോകുന്ന പോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ള മത്സ്യങ്ങൾ, എന്തൊരു ബ്യൂട്ടിഫുൾ. ഇത്രയും വെറൈറ്റി മത്സ്യങ്ങളൊക്കെ കടലിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നേരെ അനുഭവം ബ്യൂട്ടിഫുള്ളായിരുന്നു. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പോകണം. പോയാൽ നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ലക്ഷദ്വീപിലെ സ്നോർക്കലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. നല്ല ഭംഗിയുണ്ട് സാറേ. കടലിന്റെ ആഴത്തട്ടി പോയ പോലെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗംഭീരായില്ലേ? ഓക്കെ, ഗംഭീരം. അടിപൊളി അനുഭവം. ഇവിടെ ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു അനുഭവം. കടലിനടി കൂടെ എല്ലാം വളരെ ഭംഗിയുള്ള മത്സ്യങ്ങളെ നമ്മുടെ അടുത്ത് കാണാനും നമുക്ക് തൊടാനും നമ്മളെ തൊടുന്നു. കൊള്ളാം. കടൽപ്പരപ്പിലേക്ക് ഉയർന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ദൃശ്യവിരുന്ന് നൽകുന്ന ചെറു മത്സ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞങ്ങൾ സാൻഡ് ബാങ്കിങ്ങിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കടലിൽ കുളിക്കാൻ നല്ല രസമാണ്. ഞങ്ങളുടെ ഗസ്റ്റുകളെല്ലാം സാൻഡ് ബാങ്കിങ്ങിലുണ്ട്. ഇതാണ് സാൻഡ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം. ലോ ടൈഡ് നന്നായിട്ടുള്ള സമയത്താണ് ഇവിടെ പൂർണ്ണമായിട്ട് മണൽ തെളിഞ്ഞു വരിക. ഇപ്പോൾ അല്പം ഹൈ ടൈഡ് ഉള്ള സമയമാണ്. അതുകൊണ്ട് മണൽ പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്നില്ല. ഇത് ഒരു കടലിൻ്റെ ഉള്ളിൽ വളരെ വിശാലമായ ഒരു മണൽ. ഞങ്ങളിപ്പോൾ സാൻഡ് ബാങ്കിലാണ്, കടലിന്റെ നടുക്ക്. ഈ ഒരു അനുഭവം വളരെ നോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഒരു അനുഭവം അല്ലേ? നല്ല സന്തോഷം. നല്ലൊരു അനുഭവമാണ്. ഈ തെളിഞ്ഞ വെള്ളത്തിൽ ഈ തെളിഞ്ഞ മനസ്സോടെ കിടക്കുന്നത് പോലെ സന്തോഷകരമായ ഒരു അനുഭവം വേറെ ഇല്ല. ശുദ്ധമായ ജലം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നല്ല കണ്ണുനീര് മനസ്സ് വളരെ സന്തോഷത്തിൽ, ഒരു വിഷമമോ പ്രയാസമോ ഒന്നും തന്നെ ഇല്ലാതെ മനസ്സിനെ തെളിച്ച് നമ്മൾ നോക്കിയിരിക്കുകയാണ്. സാൻഡ് ബാങ്ക് എന്ന ഈ സ്ഥലത്തെ സീ ബാത്തിങ് എല്ലാവരും നന്നായി ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു നീല കടൽ നമുക്ക് കാണുവാൻ കഴിയും ഈ സാൻഡ് ബാങ്കിങ്ങിന് കുറച്ച് ദൂരെയായിട്ടുള്ളത്. മൾട്ടി കളേർഡ് സീ വാട്ടർ എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. സൺസെറ്റ് ആരംഭിച്ചു. അതും മനോഹരമായൊരു ദൃശ്യവിരുന്നാണ് ഞങ്ങൾക്ക് നൽകിയത്. 2ാം ദിവസത്തെ യാത്ര അവസാനിച്ച് ഞങ്ങൾ തീരത്ത് എത്തി. ശ്രദ്ധിക്കുക, സാധാരണ ഒരു കടൽ തീരത്ത് ശക്തമായ തിരയുണ്ടാകും. ഇവിടെ ഈ ബോട്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ബോട്ടുകൾ വളരെ സേഫായിട്ട് കിടക്കുകയാണ്. ഇതാണ് ലഗൂൺ പ്രദേശം എന്ന് പറയുന്നത്. തിരമാലകൾ വളരെ ശക്തി കുറഞ്ഞാണ്. വളരെ അപൂർവം വേലിയേറ്റ സമയത്ത് മാത്രമാണ് ചെറിയൊരു തിര വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകൾ സേഫായിട്ട് ഇവിടെ കിടക്കും. ബോട്ടൊന്നും ഷെയ്ക്കാവുന്ന പോലുമില്ല, അനങ്ങുന്ന പോലുമില്ല. വളരെ വലിയൊരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിത്.
ലക്ഷദ്വീപിലെ പ്രഭാത കാഴ്ചകളാണ് ഇത്. കടൽ തീരത്ത് വന്നിട്ട് ആളുകൾ, ഇത് ജെട്ടിയാണ്, ജെട്ടിയിൽ വന്നിട്ട് ചൂണ്ടയിടാൻ എളുപ്പമാണ്. ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കുന്നു. ആ മത്സ്യത്തെ അവരുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ മാർക്കറ്റുകളൊന്നും ഇവിടെ കാണാനില്ല. മത്സ്യത്തെ പിടിച്ച് വിൽക്കുന്ന മാർക്കറ്റുകൾ ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. ഓരോ ആളുകളും അവരവർക്ക് ആവശ്യത്തിനുള്ള മത്സ്യം സ്വന്തമായിട്ട് കടലിൽ നിന്ന് പിടിക്കുകയാണ് ചെയ്യുന്നതെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ രസകരമായാണ് ഇവിടെ ഫിഷിങ്. ഈ മത്സ്യങ്ങൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം, കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങനെയാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. അപ്പോൾ മത്സ്യക്കൂട്ടത്തിനടുത്തേക്ക് ചൂണ്ടയിടുന്നു. വളരെ പെട്ടെന്ന് തന്നെ മത്സ്യത്തെ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ മത്സ്യം ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും, നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെയാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. മത്സ്യത്തെ കണ്ടുകൊണ്ടല്ല, കാരണം ഗ്ലാസി വാട്ടറല്ല. അവിടെ മത്സ്യം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ചൂണ്ടയിടുകയും വല്ലപ്പോഴും മീൻ ലഭിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇവിടെയാണെങ്കിൽ മത്സ്യക്കൂട്ടങ്ങളെ നമുക്ക് കാണാം. ആ കൂട്ടത്തിനടുത്തേക്കാണ് ചൂണ്ടയിടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മത്സ്യത്തെ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അവരവർക്ക് ആവശ്യമുള്ള മത്സ്യത്തെ രാവിലെ വന്ന് ചൂണ്ടയിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കുറേ അധികം ആളുകൾ ചൂണ്ടയിടുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാവർക്കും മത്സ്യം കിട്ടുന്നുണ്ട്. രാവിലെയാണ് ഈ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പ്രഭാതത്തിൽ തന്നെ വന്ന് ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കുന്നു. ഹലോ സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിലെ ഒരു പ്രഭാതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഗ്രാമീണ ജീവിതം. നമ്മുടെ കൂടെയുള്ളത് അക്ബറാക്കയും സ്വാലിഹുമാണ്. അവർ മീൻപിടുത്തത്തിലാണ്. ഈ മത്സ്യത്തിൻ്റെ പേരെന്താ? കുളുവൽ എന്നുള്ള മത്സ്യമാണ്. വറ്റ എന്ന് പറയപ്പെടുന്ന ആ വർഗത്തിൽപ്പെട്ട കുളുവൽ എന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ഭാഷ. വളരെ പെട്ടെന്ന് തന്നെ മത്സ്യത്തെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ലക്ഷദ്വീപിലെ ഒരു പ്രഭാതം എന്നും പറഞ്ഞൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന. പേരെന്താ? ഹിദായത്ത്. എന്താ പേര്? ഹാഷിം. ഇന്ന് നമുക്ക് എന്തൊക്കെയാ പ്രോഗ്രാം? എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? ഓക്കെ. ഇതിന് കടലിൽ പോകാറുണ്ടോ മീൻ പിടിക്കാനായിട്ട്? നമ്മുടെ ടൂറിസം ഒക്കെ ഇപ്പം എങ്ങനെയുണ്ട്? അതിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് വർക്കുണ്ടോ? ടൂറിസ്റ്റുകളെ കൊണ്ടോ? ഞങ്ങളുടെ കൂടെയുള്ള ഷംന ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഡേ ആണ് 30-ാം തീയതി. ഷംന ടീച്ചറെയും ഷംസുദ്ദീൻ സാറിനെയും ഫ്ലൈറ്റ് കയറ്റി വിടുകയാണ്. അലയൻസ് എയർ ഫ്ലൈറ്റിനാണ് കയറ്റി വിടുന്നത്. ഇതിപ്പോൾ എയർപോർട്ടാണ്. അലയൻസ് എയർ ഫ്ലൈറ്റ് അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മനോഹരമായ തീരത്താണ് കയാക്കിംഗ് നടക്കുന്നത്. ഇത് വെസ്റ്റേൺ സൈഡിലുള്ള ബീച്ചാണ്. ഇവിടെ നിന്നാണ് സ്കൂബ ഡൈവിങ്ങിനും പോകുന്നത്. രാവിലെ ഞങ്ങൾ കയാക്കിങ്ങിന് എത്തിയിരിക്കുകയാണ്. കടലിൽ കൂടിയുള്ള കയാക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഇത്. കാരണം ഇവിടെ ശക്തമായ തിരമാലകളില്ല, ഉയർന്നു പൊങ്ങുന്ന തിരമാലകളില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് തുഴയാൻ കഴിയും. സാധാരണ ബാക്ക് വാട്ടറിലാണ് കയാക്കിംഗ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കടലിൽ സേഫായിട്ട് നമുക്ക് കയാക്കിംഗ് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു ലഗൂൺ പ്രദേശമാണ്. വളരെ മനോഹരമായ മൾട്ടി കളേർഡായിട്ടുള്ള സീ വാട്ടർ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കയാക്കിംഗ് ചെയ്യാൻ പറ്റും. ഈ കയാക്കിങ്ങിന് ഒരു തുഴയൽ വിദഗ്ധൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ സ്വന്തമായിട്ടും നമുക്ക് കയാക്കിംഗ് നടത്താവുന്നതാണ്.
എങ്ങനെയുണ്ടായിരുന്നു കയാക്കിംഗ്? സംസാരമൊന്നുമില്ല. പിന്നെ ഇടതും വലതും അറിയാമെങ്കിൽ നന്നായിട്ട് തുഴഞ്ഞു പോവാം. ഇടത്തോട്ട് തുഴഞ്ഞാൽ വലത്തോട്ട് പോകുന്നത്, വലത്തോട്ട് തുഴഞ്ഞാൽ ഇടത്തോട്ടും പോവാം. നേരെ ലക്ഷദ്വീപ് യാത്ര ആഗ്രഹിക്കുന്നവരോട് ഒരു വാക്ക്. ആർട്ടിസ്റ്റുകളെ വെച്ച് കൃത്രിമ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടോ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടോ അല്ല ഗ്ലോബൽ ട്രാവൽ ലീഡർ ആളുകളെ ലക്ഷദ്വീപിലേക്ക് എത്തിക്കുന്നത്. അവിടെ എന്താണോ കാണുന്നത് യഥാർത്ഥമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. യാതൊരു എഡിറ്റിങ്ങുമില്ലാതെ കൃത്യമായ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് ഈ ലക്ഷദ്വീപ് യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും മികച്ച യാത്രകൾ ഞങ്ങൾ സാധ്യമാക്കി തരുന്നതാണ്. ബംഗാരം തിന്നക്കര യാത്രയ്ക്കും സ്നോർക്കലിംഗ്, കയാക്കിംഗ് എന്നിവയ്ക്കുമാണ് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. കൽപ്പറ്റി ട്രിപ്പ്, സ്കൂബ ഡൈവിംഗ് ഒക്കെ മറ്റ് വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് സന്ദർശിക്കുക.